അങ്ങനെ ബാംഗ്ലൂരിലെത്തി ബാക്ക് ടു കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് ഐശ്വര്യമായിട്ട് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങാം. മോർണിംഗ് എത്തിയപാടെ ചെറുതായിട്ടൊന്ന് കണ്ണടച്ചതുകൊണ്ട് മോർണിംഗ് ഫുഡ് അങ്ങ് സ്കിപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ നേരെ ഉച്ചക്കുള്ള ചോറാക്കാന്ന് വിചാരിച്ചു. ഒരിടപ്പത്തെ ചോറിനുള്ള അരിയും വെച്ച് ഇപ്പുറത്ത് നമുക്ക് വറവാക്കാം. ഇത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ടാക്കുന്ന വറവാണ്. ഇത് അന്റെ ഫവാസ്കാന്റെ ഫേവറേറ്റ് വറവിൽ പെട്ടതാണ്. പണ്ട് സ്കൂളിൽ ലഞ്ച് കൊണ്ടുവന്ന സമയത്ത് വെല്ലുമി ഇത് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് എനിക്കിത് ഇഷ്ടമായി. അങ്ങനെ ഞാനിവിടെ വന്നതിന് ശേഷം ഞാനിത് ഉണ്ടാക്കി ഫവാസ്ക കൊടുത്തപ്പോൾ ഫവാസ്ക്കും ഇഷ്ടം. അതിന്റെ കൂടെ ഓംലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 3 മുട്ട അടിച്ചു വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കാലിയാക്കിയിട്ട് പോയതുകൊണ്ടും ഫ്രിഡ്ജിലാത്തോണ്ടും അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രം ഫവാസ്ക രാവിലെ പറ്റി വാങ്ങിട്ട് വന്നു. അതുകൊണ്ട് തന്നെ തട്ടിക്കൂട്ട് ലഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ചോറിനുള്ള കറിക്ക് പകരോ ഉപ്പുമുളക് ആക്കാം. കറിയാക്കുന്നതിന് പകരം അധിക ടൈമിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. തേച്ച് ഒറ്റക്കുള്ള ടൈമിന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. ജസ്റ്റ് നെയ്യ് അടുപ്പത്ത് വെച്ച് കായ്മുളക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കി ഉപ്പുമുളക് കൂടി ഇട്ട് അതൊന്ന് മിക്സ് ആക്കി ഗ്യാസ് ഓൺ ആക്കി ചോറ് ഇട്ട് ഇളക്കിയ സംഭവം റെഡി. കുറച്ച് ചോറ് ലെയ്യിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് സ്പൈസി ആണ്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ കൂടെ തൈരും മുട്ടിയും എനിക്ക് നിർബന്ധം. കാരണം ആ ഒരു എരിവിനെ ബാലൻസ് ചെയ്യാൻ തൈര് നന്നായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ കാശ്മീരി മുളക് കൂടെ ആയിട്ട് വലിയ എരിവില്ല, എന്നാലും തൈര് നിർബന്ധം. ഇതൊക്കെ കൂടി ഒരു പിടി പിടിച്ചപ്പോൾ ഫവാസ്കാനെ ലഞ്ച് ചെയ്യും. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് വിശപ്പ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെല്ലാം ഫുഡ് കഴിച്ചിട്ടില്ല. ഫവാസ്കാക്ക് ഷോപ്പിൽ പോയിട്ടുണ്ട്. ഫവാസ്ക അന്നേരം ഫുഡും കഴിച്ചിട്ട് വിട്ടു. ലേഹ മാലിക്കിന് ഓർക്കിയ ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ കഴിയുന്നത്. വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് ചോറെടുത്ത് കഴിച്ചു. നാട്ടിൽ നല്ല മഴ ആണെങ്കിലും ചൂടിന് ഒരു കുറവില്ലാത്തതുകൊണ്ട് ഫേസിലെ സ്കിന്ന് നന്നായിട്ട് ഡള്ളായിട്ടുണ്ട്. അതുകൊണ്ട് പപ്പായന്റെ ഫേസ് മാസ്ക് അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഫവാസ്ക ഞാൻ പറഞ്ഞിട്ടും പറയാതെയും കൊണ്ടുവരാറുണ്ട്. ഇതിങ്ങനെ ഇട്ട ഫേസിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. എല്ലാവരും ഇങ്ങനെ വലിച്ച് കറക്റ്റ് ആക്കി ഒരു 20 മിനിറ്റ് അങ്ങനെ കുറച്ച് ഡ്രൈ ആയും തോന്നുകയാണെങ്കിൽ ഈ കവർന്ന് ഊറ്റിയെടുത്തിട്ട് ഫേസിലാക്കിക്കുക. വെറുതെ എന്തിനാ കളയുന്നു? അത് കഴിഞ്ഞ് മാസ്ക് റിമൂവ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും. ഇതിങ്ങനെ കഴുകിക്കളയാതെ കുറച്ചു നേരം കൂടി വെച്ചിട്ടാണ് ഞാൻ കഴുകിയിട്ടുള്ളൂ. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. അപ്പനെ ഓക്കെ, അടുത്ത വിശേഷമായി വീണ്ടും വരാം. ബൈ.